പ്രിയ കുട്ടികളെ, സാങ്കേതിക വിദ്യയുടെ വിരൽത്തുമ്പിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഇന്ന് പരസ്പര സ്നേഹവും സഹകരണവും സഹാനുഭൂതിയുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇതിനൊക്കെ നമുക്കൊരു മാറ്റം ആവശ്യമല്ലേ? അതെ, നമ്മൾ കുമാരനാശാന്റെ നളിനി എന്ന കാവ്യത്തിൽ പറയുന്നത് പോലെ, അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. വിവേകികളായ മനുഷ്യര് അന്യർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരാണ്. അതുവഴി അവർ തങ്ങളുടെ ജീവിതം ധന്യമാക്കുന്നു. സാമൂഹിക ജീവിയായ മനുഷ്യന് സഹകരണമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രത്യേകതയാണ് വൈകാരിക നിയന്ത്രണം ഇല്ലായ്മ. എവിടെ നോക്കിയാലും ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റോഡിൽ യാത്ര ചെയ്യുമ്പോൾ, വിദ്യാലയങ്ങളിൽ, കുടുംബങ്ങളിൽ എന്നു വേണ്ട എല്ലായിടത്തും നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരാൾ കാർ ഓടിച്ചു പോകുമ്പോൾ കുറച്ച് സ്പീഡ് കുറച്ചായിരിക്കും ഓടിക്കുന്നത്. അയാൾക്ക് ലൈസൻസ് കിട്ടി പരിചയമില്ലാതെ ഓടിക്കുന്നതായിരിക്കും. പക്ഷേ പിറകിൽ വരുന്ന ഒരു സ്കൂട്ടർ യാത്രക്കാരൻ അല്ലെങ്കിൽ ഒരു ബൈക്ക് യാത്രക്കാരൻ അയാളെ ഓണടിക്കുന്നു, മുമ്പിൽ കയറി ചീത്ത പറയുന്നു, വണ്ടി നിർത്തി ബൈക്ക് വട്ടം വയ്ക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ സാധനങ്ങൾ വലിച്ചെറിയുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലെങ്കിൽ ശബ്ദത്തോടു കൂടി വാതിലുകൾ അടച്ചു ഇടുന്നവർ, ഹോട്ടലിൽ ഭക്ഷണം വിളമ്പുമ്പോൾ സമയത്ത് കറി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഹോട്ടലുകാരനെ തല്ലുന്നവർ എന്ന് വേണ്ട പലതരത്തിലുള്ള വികാര ഇല്ലായ്മ നമ്മുടെ സമൂഹത്തിൽ ഏറിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. കോപം മാത്രമല്ല നമ്മളിന്ന് നിയന്ത്രിക്കേണ്ടത്, പല കാര്യങ്ങളിലും നമുക്ക് നിയന്ത്രണം ആവശ്യമാണ്. ഒരു ചിരിയാണെങ്കിലും, ഒരു കരച്ചിലാണെങ്കിലും, സ്നേഹമാണെങ്കിലും, സംസാരമാണെങ്കിലും ഒക്കെ അവസരത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, പരിസരത്തിന് അനുസരിച്ചൊക്കെ പ്രകടമാക്കാൻ ഉള്ളതാണ്. ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം.